ഗോപന് ഒരാഴ്ചക്കകം പോയാൽ മതി. അപ്പോഴും കുറെ പണം കൊണ്ടുപോകണം. നളിനിക്കും എത്രയും പെട്ടെന്ന് കുറെ പണം എത്തിക്കണം. അച്ഛന് അത്ര പെട്ടെന്ന് ഒന്നും സംഭവിക്കുകയില്ല. വാർദ്ധക്യത്തിന്റെ അസുഖങ്ങളേ ഉള്ളൂ. പക്ഷേ വസ്തുക്കൾ വിൽക്കണമെന്ന് പറയുവാൻ വയ്യ, ആർക്കും വയ്യ. അമ്മയും മക്കളും മാത്രമുള്ള ഒരു ലോകം പുളിന്തറ വീട്ടിന്റെ ഒരു ഭാഗത്ത് രൂപപ്പെട്ടു. എപ്പോഴും അവിടെ ചർച്ചയാണ്, കശപിശയാണ്. വഴക്കെന്നു പറയാൻ വയ്യ, കലഹമെന്നും പറയാൻ വയ്യ. പക്ഷേ ഗോപൻ ചെയ്തുകൂടാത്തത് ചെയ്യാൻ മടിയില്ലാത്തവനാണ്. പകുതി ഫലിതമായും പകുതി വെറുപ്പോടും മാലതി പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യാം ചേട്ടാ, നമുക്ക് എല്ലാവർക്കും കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു ക്ഷണം കഴിഞ്ഞ് ആരും ഒന്നും ഇടുന്നില്ലെന്ന് കണ്ടപ്പോൾ മാലതി തുടർന്നു, എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നറിയാമോ? അച്ഛൻ മരിക്കണമേ എന്ന്. എന്നിട്ട് മാലതിയുടെ അമർഷം തീർന്നില്ല. നമുക്ക് കൂടോത്രം ചെയ്യുകയും ഒന്നും വേണ്ട, നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ ഫലിക്കും. ആരോടെന്നില്ലാതെ മാലതി പറഞ്ഞു, ഇനിയും അച്ഛൻ ജീവിച്ചിരുന്നിട്ട് ആർക്ക് എന്ത് കാര്യം? അത് ആകാശത്തേക്ക് നോക്കി പറയും പോലിരുന്നു. നീ നിന്റെ ഓഹരി വിൽക്കുകയില്ലേ? വിൽക്കും, തീർച്ചയായും വിൽക്കും. അച്ഛൻ മരിച്ചു കഴിഞ്ഞാലുടൻ. പിന്നെ അത് എൻ്റെ വകയാവുകയുള്ളൂ. മാലതി തുടർന്നു, എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ഈ വസ്തുക്കൾ തനതു വക ആകണമെന്നുണ്ട്. ശിവരാമപിള്ള അടുത്ത മുറിയിൽ നിന്നും മക്കളും ഭാര്യയും ഇരുന്ന മുറിയിലേക്ക് വാതിൽപ്പടിക്ക് മുകളിൽ കൂടി പതുക്കെ ഒരു കാലുപൊക്കി എടുത്തു വച്ചു. വാതിലിന്റെ കട്ടിളക്കാലിൽ പിടിച്ചുകൊണ്ടാണ് എല്ലാവരും പരിഭ്രമിച്ചു പോയി. അങ്ങനെ നടന്നു വരുന്നത് കണ്ടിട്ടാണോ, അതോ ശിവരാമപിള്ള കേട്ടുകാണും എന്ന് പേടിച്ചിട്ടാണോ? ഗോപനും നളിനിയും പരസ്പരം മുഖത്ത് നോക്കി. മാലതി ചെന്ന് അച്ഛനെ പിടിച്ചു. അച്ഛൻ ഇങ്ങനെ തന്നെത്താൻ നടക്കുന്നത്? ഞാൻ നടന്നു നോക്കട്ടെ. അച്ഛനൊന്നും പറയണ്ട, അച്ഛന് നടക്കാൻ വയ്യ. അവൾ കണ്ണീരോടെ കൊഞ്ചുകയായിരുന്നു. അച്ഛൻ അവിടെ നടന്ന സംഭാഷണം കേട്ടോ എന്ന ഭയമേ അവൾക്കില്ല. ശിവരാമപിള്ള പതുക്കെ പതുക്കെ പ്രാഞ്ചി വീട്ടിലും പറമ്പിലുമെല്ലാം നടക്കും. 2 ദിവസമായി. എപ്പോഴുമല്ല, വല്ലപ്പോഴുമൊക്കെ. ഒരിക്കൽ പോലും വീണിട്ടില്ല. നല്ല കരുതലാണ്. ഒന്ന് തെന്നിപ്പോയാൽ പിടിക്കാനുള്ള തക്കം നോക്കിയേ നടക്കൂ. തന്റെ കൈകളെ പോലെ തെക്കോട്ടും വടക്കോട്ടും ശാഖകൾ നീട്ടി നിൽക്കുന്ന ആ മാവിന്റെ ചുവട്ടിൽ എന്തോ ഉദ്ദേശത്തോടെ എന്ന പോലെ ശിവരാമപിള്ള ചെന്ന് നിൽക്കാറുണ്ട്. അത് കായ്ച്ചിട്ടുള്ള മാവല്ല. ആ വൃക്ഷം എന്തിനു ഭൂമിയിൽ മുളച്ചു വളർന്നു? ശിവരാമപിള്ള ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ശിഖരങ്ങളിലേക്ക് നോക്കുമായിരുന്നു. ആ ശിഖരങ്ങൾ കയറു കൊണ്ടുവാ എന്ന് മാടി വിളിക്കും പോലെ അയാൾക്ക് തോന്നി. എല്ലാവർക്കും ഒരു വിശ്വാസം വന്നു, അച്ഛൻ വീഴുകയില്ല. ആ സൂക്ഷ്മവും കരുതലും നന്നാവുന്നതാണ്. കുഞ്ഞുങ്ങൾ പിച്ച് നടക്കാൻ പഠിക്കുന്നത് പോലെ കുറെ നേരം കിടക്കും. മാലതി പേടിച്ച് അടുത്ത് ചെന്ന് നോക്കും. ശ്വാസോച്ഛ്വാസമുണ്ട്. ശ്വാസം എടുക്കാതെയും വിടാതെയും കണ്ണുമടച്ച് ശിവരാമപിള്ള മരിച്ചു കിടക്കും. ഇല്ല, ശ്വാസം എടുക്കുകയുമില്ല. തോന്നുമ്പോൾ മരിക്കണം. മാലതി ചെന്ന് പരിഭ്രമിച്ച് കുലുക്കി വിളിക്കും, അച്ഛാ. കണ്ണു തുറന്നു പോകും. രാത്രിയിൽ മാലതിയും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാലും തോന്നുമ്പോൾ മരിക്കാൻ നോക്കുകയില്ല. ഒരു വെള്ളയ്ക്ക് വീഴുന്ന ശബ്ദം, അല്ലെങ്കിൽ ജനലിൽ കൂടി അടിക്കുന്ന ഊളക്കാറ്റ്, അതുമല്ലെങ്കിൽ കണങ്കാലിൽ ചൊറിച്ചിൽ, ശ്വാസം എടുത്തു പോകും. മരണത്തെ സ്വീകരിക്കാൻ പറ്റുകയില്ലേ? രാഘവൻ മരണത്തെ അകറ്റി നിർത്തി. എവിടെ നിന്നോ എന്നോ ഒരു കാലൻ കോഴി അവിടെ എത്തി. പുളിന്തറയിലെ എല്ലാ മുറികളിലും കയറിയിറങ്ങി. പഴയ വലിയ അടുക്കളയിൽ ഒരു ദിവസം കടന്നു വന്ന് വലിയ ചെമ്പും കുട്ടിവാർപ്പുകളും കട്ടുളകവും എല്ലാം വച്ച് തീ കത്തിക്കാവുന്ന അടുപ്പുകൾ ഏറെ നാളായി പൊട്ടിയുടഞ്ഞ് കിടക്കുന്നത് കണ്ടു. പാത്രങ്ങളെല്ലാം അടച്ചുപൂട്ടുള്ള മുറിയിലേക്ക് മാറ്റി. എല്ലായിടവും കയറിയിറങ്ങി പരിശോധിക്കും പോലെ തോന്നി. ആ വൻകിട കൃഷിക്കാരന്റെ വീട്ടിൽ ഒരു നെടുംപുരയുണ്ട്. കല്ലുകെട്ടി ഓടിട്ട പുര തന്നെ. അത് കൃഷിയായുധങ്ങളും യന്ത്രോപകരണങ്ങളും എല്ലാം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്. പല വട്ടത്തിലുമുള്ള ചിലന്തികളും കുരുവിക്കോടമുള്ള ചുക്കിലിയും പിടിച്ച് ആ നെടുമ്പുര കിടക്കുന്നു. 2 തൂമ്പയും ഒരു പാരയും മൂലയിൽ ചാരി വച്ചിട്ടുണ്ട്. തറ നല്ല ഉറപ്പാക്കി. എങ്കിലും നെടുമ്പുരയുടെ ഒരു മൂലയിൽ ഒരു പാമ്പിൻ പടം നീണ്ടു നിവർന്നു കിടക്കുന്നു. അവിടെ ഒരു ചെറിയ ദ്വാരവുമുണ്ട്. കുറുകെയുള്ള തട്ടുകളിൽ കുറേയധികം കീടനാശിനികളുടെ ഒഴിഞ്ഞ തകരപാത്രങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളുമുണ്ട്. ഒരു കാലത്ത് ഇവ പെട്ടിക്കണക്കിന് വാങ്ങുമായിരുന്നു. ഒരു ദിവസം ശിവരാമപിള്ള ആ നെടുമ്പുരയ്ക്കുള്ളിൽ കടന്നുപറ്റി. ഒഴിഞ്ഞ വിഷക്കുപ്പികളിലെല്ലാം എടുത്തു നോക്കി. ഒന്നിലും വിഷദ്രാവകമില്ല. അതാത് സ്ഥാനത്ത് തന്നെ ആ കുപ്പികളും പ്ലാസ്റ്റിക് പാത്രങ്ങളും വച്ചു. ശിവരാമപിള്ള ചില പ്ലാസ്റ്റിക് കുപ്പികൾ എടുത്തു നോക്കി. പിന്നെ മുന്നിൽ കണ്ട പടം പാമ്പിൻ്റേത് തന്നെ എന്ന് അടുത്തു ചെന്ന് തിട്ടം വരുത്തി. മക്കളുടെയും ഭാര്യയുടെയും ഉള്ളു തണുക്കുന്ന കാഴ്ചയായിരുന്നു അതെല്ലാം. അച്ഛൻ ക്രമേണ ജീവിതത്തിലേക്ക് വരുന്നു. വീട്ടിലെല്ലായിടവും പറമ്പ് മുഴുവനും ചുറ്റി നടന്ന് കാണുന്നു. തന്നെത്താൻ നടക്കുന്നു എന്നതിലേ ഉള്ളു പേടി. വല്ലിടത്തും വീണെങ്കിലോ? മറ്റൊരാൾ കൂടെ പോകുന്നത് ഇഷ്ടവുമല്ല. ഇനിയും അച്ഛൻ തോപ്പും പറമ്പുമൊക്കെ കാണണമെന്ന് പറയുന്നതാണ് മാലതി പറയുന്നത്.
കുഞ്ഞുലക്ഷ്മി അമ്മയുടെയും അഭിപ്രായം അതുതന്നെയാണ്. ഗോപന് ഒരു കാര്യം തോന്നുന്നു. കണ്ടിട്ട് അച്ഛന് നല്ല തെളിച്ചമുണ്ട്. അധികമായി സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാം മനസ്സിലാകുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു നല്ല സമയം നോക്കി അച്ഛനോട് പറഞ്ഞാൽ എന്ത്? നമ്മളെയെല്ലാം സ്നേഹിക്കുന്ന അച്ഛൻ വസ്തുക്കൾ വിൽക്കാൻ സമ്മതിക്കും. ഭൂമി വാങ്ങിയാൽ പകുതി വില പോലും കിട്ടുകയില്ല. തെങ്ങുകളെല്ലാം കേടുവന്നു പോകുന്നു. വെളിമ്പറമ്പിന്റെ വിലയെ കിട്ടുന്നുള്ളൂ. അച്ഛൻ അതെല്ലാം മനസ്സിലാകും. നമ്മളാരും ഈ വസ്തുക്കളെ തൂങ്ങിപ്പിടിച്ച് ഇവിടെ കഴിയാൻ പോകുന്നില്ല. കുറച്ചു ദിവസങ്ങൾ കൂടി കഴിയട്ടെ എന്നാണ് കുഞ്ഞുലക്ഷ്മി അമ്മയുടെ അഭിപ്രായം. അച്ഛനോടൊന്നും പറയരുതെന്നവർ ശാഠ്യം പിടിക്കും പോലെ തോന്നി. നളിനിക്കൊരു സംശയമുണ്ട്. അച്ഛനെല്ലാം അറിഞ്ഞില്ലേ എന്ന്, എന്നിട്ട് എല്ലാം മനസ്സിൽ വെച്ച് നടക്കുകയാണെന്ന്. വിചാരിച്ചപ്പോൾ തന്നെ മരിച്ചു. കണ്ണുമടച്ച് കിടന്നപ്പോൾ ശ്വാസം എടുക്കാനും വിടാനും വയ്യാതെ വന്നു. ശ്വാസം എടുക്കുകയില്ലെന്ന് നിർബന്ധം പിടിക്കേണ്ടി വന്നില്ല. അടഞ്ഞ കണ്ണ് തുറക്കുകയും ചെയ്തു. ശിവരാമപിള്ള മരിച്ചു. മക്കളും ഭാര്യയും കൂട്ട നിലവിളി ആയിരുന്നു. കുഞ്ഞുലക്ഷ്മി അമ്മ ബോധം കെട്ടു. മാലതി ഭ്രാന്ത് പിടിച്ചവളെ പോലെ ഇരുന്നു. അവൾക്ക് അച്ഛൻ്റെ കൂടെ പോകണം. അവൾ അച്ഛൻ്റെ തലകുലുക്കി വിളിച്ചു. ശിവരാമപിള്ളയുടെ മുഖത്ത് ആരും ഒന്നേ നോക്കിയുള്ളൂ. അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു മുഖഭാവം. വായും ചുണ്ടും കരിനീലിച്ചിരിക്കുന്നു. പുറത്തേക്ക് തള്ളിയ കണ്ണുകൾ പകുതിയെ അടഞ്ഞിട്ടുള്ളൂ. ആ ശ്വാസം നിന്നത് തീവ്രമായ വേദനയോടെയാണ്. ശരീരമാകെ ഒരു കരിനീലിപ്പും ഉണ്ടായിരുന്നു. ഒരു സാധാരണ മരണമായിരുന്നില്ല അതെന്ന് ആരും പറഞ്ഞു പോകും. കരക്കാരെല്ലാരും കൂടി 2-3 പേർ കൂടി കുശുകുശുക്കുന്നു. അതൊരു പ്രത്യേകതയായിരുന്നു. കരയോഗക്കാർ ഗോപനോട് ചോദിച്ചു, എന്താണ് വേണ്ടത്? ഉടൻ ദഹിപ്പിക്കണം. കർമ്മം ചെയ്യാനുള്ളവരും അടുത്ത ആളുകളും ആരും വരാനില്ലേ? ആരോടും അറിയിക്കാനില്ലേ? ഇല്ല, ഉള്ളവർ കർമ്മം ചെയ്താൽ മതി. നളിനിയുടെയും മാലതിയുടെയും ഭർത്താക്കന്മാരും എൻ്റെ ഭാര്യയും കുട്ടികളുമെല്ലാം പിന്നാലെ വന്നുകൊള്ളും. വരുമ്പോൾ കുട്ടികൾ കർമ്മം ചെയ്യും. ശവദാഹം നടത്താൻ ഒരു ധൃതി കാണപ്പെട്ടു. കരക്കാർ ശവശരീരം കുളിപ്പിക്കാൻ പുറത്തേക്കെടുത്തു. ശിവരാമപിള്ളയുടെ കാലിന്റെ തള്ളവിരലിൽ ചെറിയ 2 മുറിവുകൾ കണ്ടു. തെക്കുവശത്തെ ആ കൈ വിടർത്തി നിൽക്കുന്ന മാവ് വെട്ടാൻ ഗോപൻ പറഞ്ഞു. അത് ഇന്നോളം പൂത്ത് ഉണ്ണി പിടിച്ചിട്ടുള്ളതല്ല. നിവർത്തിപ്പിടിച്ച കൈകളെ പോലെ തെക്കോട്ടും വടക്കോട്ടും ശിഖരങ്ങളുമായി ഭൂതത്തെ പോലെ നിന്ന മാവ് കമിഴ്ത്തിയടിഞ്ഞ് പടിഞ്ഞാറേക്ക് വീണു. പെട്ടെന്ന് വിറകൊരുക്കി. ചിതയും ഒരുക്കപ്പെട്ടു. മാലതിയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നൊരാൾ പിന്നൊരാളും വായ്ക്കരിയിടാൻ ഒരനന്തരവനും ഗോപനും നളിനിയുടെ മകനുമേ ഉണ്ടായിരുന്നുള്ളൂ. ചിതയിലേക്ക് എടുക്കാൻ 3 പേരുണ്ടായിരുന്നു. ഗോപനും നളിനിയുടെ മകനും ശിവരാമപിള്ളയുടെ ഒരനന്തരവനും. അവർക്ക് ആ ശരീരം പൊക്കാൻ കഴിഞ്ഞില്ല. കരക്കാർ 4-5 പേർ കൂടി സഹായിച്ചു. വളരെ വേഗം ശിവരാമപിള്ള ചാരമായി കഴിഞ്ഞു. സഞ്ചയനത്തിന് മുമ്പ് തന്നെ മൂലയിൽ 100ന്റെ തീറാധാരം നടന്നു. നല്ല വില കിട്ടി. ഗോപൻ ബോംബെക്ക് പോയി വന്നതിന്റെ അടുത്ത ദിവസമായിരുന്നു സഞ്ചയനം. മാലതിയാണ് പിന്നീട് വിറ്റത്. അതൊരു പറമ്പായിരുന്നു. എല്ലാ വസ്തുക്കളും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. പുളിന്തറ പറമ്പും പുരയും വിൽക്കാതിരിക്കണമെന്നാണ് കുഞ്ഞുലക്ഷ്മി അമ്മയുടെ ആഗ്രഹം. അവർക്ക് മരിക്കും വരെ അവിടെ തന്നെ കഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്നിട്ട് ആ മണ്ണിൽ തന്നെ ചേരണമെന്ന്. പക്ഷേ മക്കൾ ചോദിക്കുന്നത് വേറൊന്നാണ്. കുഞ്ഞുലക്ഷ്മി അമ്മയെ തനിച്ചങ്ങനെ അവിടെ വിട്ടിട്ട് പോകും? മക്കൾക്ക് ആർക്കും തന്നെയും അവിടെ വന്ന് താമസിക്കാൻ പറ്റുകയില്ല. അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ വന്ന് താമസിക്കട്ടെ. ന്യായമല്ലേ നിർദ്ദേശം? പുളിന്തറ വീടും പറമ്പും വിലയ്ക്ക് വാങ്ങാൻ ആൾക്കാർ ഇരച്ചു കയറുകയാണ്. ഓരോ ദിവസവും വില കൂടുന്നു. നല്ല വില കിട്ടും. വീട് ആരുടെ പേരിലാണ് വച്ചിരിക്കുന്നത്? മാലതി കാണുന്നൊരു ഊഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ നളിനിക്കും ഗോപനും അതിൽ അമർഷമുണ്ട്, പരാതിയുമുണ്ട്. ഒരു വ്യവഹാരത്തിനു തന്നെ കാര്യമുണ്ടെന്ന ശ്രുതി. അവൾക്കു തന്നെയായി പുളിന്തറ വച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യായമല്ല. ശിവരാമപിള്ള ഇല്ലാതായി. എന്തായിരുന്നു ശിവരാമപിള്ള? മനുഷ്യൻ. ഭൂമിയും പണവും ഉണ്ടാക്കി. മനുഷ്യവംശം നിലനിർത്താൻ വേണ്ടി 3 സന്താനങ്ങളെയും ജനിപ്പിച്ചു. കൃഷിയുടെ നിലവാരത്തിന് മാറ്റം വരാനുള്ള സംഭാവനയും ഉണ്ടായിരുന്നു എന്ന് വെക്കുക. തീർന്നു. എന്നാൽ ഈ കാണുന്ന ഭൂമി ഇങ്ങനെയൊക്കെ ആയത് എത്രയെത്ര ലക്ഷക്കണക്കിന് വർഷങ്ങളായി എത്രയെത്ര പേർ വന്നുപോയതിന്റെ ഫലമായിട്ടാണ്. ശിവരാമപിള്ള നെല്ല് വിളയിച്ചു, തേങ്ങ വെട്ടിയിട്ടു. പക്ഷേ ആ പുരയിടങ്ങൾ മറ്റാരുടെയൊക്കെയോ കൃഷിഭൂമിയായി മാറി. അവ ഓരോന്നോരോന്നായി പറന്നു പോകുന്നു. പക്ഷേ ഭൂമി അവിടെ തന്നെ കിടക്കുന്നു. അപ്പോൾ ജീവിതം ഈ നോട്ടുകളാണോ? പറന്നു പോകുന്ന നോട്ടുകൾ. ശിവരാമപിള്ളയെ വിലയിരുത്തുന്നത് ആ പറന്നു പോകുന്ന നോട്ടുകളുടെ എണ്ണത്തിലാണ്.